ഞാൻ കരഞ്ഞ് എനിക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു റീലൊക്കെ ചെയ്യാൻ നോക്കൂ. കണ്ണൊക്കെ ശരിക്കും കരഞ്ഞ പോലെ ഉണ്ട്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു പറയൂ? ഗായ്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ്, 10ാമത്തെ ദിവസമാണ്. ഇന്നാണ് ഇപ്പോൾ ആറാട്ട്, രാത്രി കൊടിയിറങ്ങണം ഇന്നാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നവിടെ ആനയൂട്ട്, അതുപോലെ തന്നെ ആറാട്ട് സദ്യ, പിന്നെ പൊങ്കാലയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഓൾറെഡി പോയി കഴിഞ്ഞ്, ഞാൻ കുറച്ച് ലേറ്റായി ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ചോദിച്ചിട്ട് അതൊക്കെ കൊണ്ട് പെട്ടെന്ന് പോകണം. ഓൾറെഡി അവിടെ തുടങ്ങാറായി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ചുരിദാർ എന്ന് പറയുന്നത് എൻ്റെ അമ്മ ആക്ച്വലി മേടിച്ചതാണ്. പക്ഷെ അമ്മ വേണമെങ്കിൽ എന്നോട് തയ്ച്ചോളാൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ തയ്ച്ചതാണ് ഗൈസ്. ഈ ഒരു പാറ്റേണിൽ എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു കളർ കോമ്പിനേഷൻ. തയ്ച്ചതാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഈ കൈൻ്റെ ഇതൊക്കെ സെറ്റായിട്ട് തയ്ച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം. അപ്പോൾ ഈ കമ്മലാണെന്നുണ്ടെങ്കിലും മൂകാംബി അമ്പലത്തിൽ ഉത്സവ സമയത്ത് എന്തോ പോയപ്പോൾ, ഉത്സവ സമയത്തല്ല, മറ്റേ നമ്മുടെ പൂജയപ്പിൻ്റെ സമയമുണ്ടല്ലോ, ആ സമയത്ത് പോയപ്പോൾ കമ്മൽ മേടിച്ചതാണ്. എനിക്കിങ്ങനെ വലിയ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പീക്കോക്കിൻ്റെ ആ ഒരു ബോഡിയിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഡിസൈൻ പോലത്തെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കിങ്ങനെ സിൽവർ കമ്മൽ, സിൽവർ ഓർണമെൻറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കയ്യിൽ ഞാൻ വാളിയുണ്ട് നോക്കി. ഇത് റെഡ് കുപ്പിവളയാണ് കേട്ടോ, പച്ച മാത്രമേ ഉള്ളൂ അല്ലാത്തത്. അപ്പോൾ എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബിലോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഇരിക്കണ്ടാവും, ഓഫ് എന്തു തള്ളാണ്, എന്തു സ്വയം പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇരിക്കണ്ടാവും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ അണിഞ്ഞൊരുങ്ങുമ്പോൾ നമ്മൾ സ്വയം കുറച്ചൊക്കെ നമ്മളെ പൊക്കണം. വേറെ ആര് നമ്മളെ പൊക്കിയില്ലെങ്കിലും നമ്മളെ പൊക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ് വെറുതെ കൂടുതൽ വെറുപ്പിക്കുന്നില്ല. എനിക്ക് അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ ഓടിക്കും, ഓൾറെഡി ലേറ്റായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ചെടികളൊക്കെ ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കണതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ബാക്കിൽ കിളികളുടെ സൗണ്ട് ഉണ്ടാവും. അപ്പോഴാണ് ഒരു സംഭവം നടന്നത്. തവളയെന്ന് തോന്നുന്നു, തവള പോലത്തെ ഒരു സംഭവം ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ പൂച്ചകളെല്ലാം ആ സൈഡിൽ എന്തോ പാമ്പ് പോലെ എന്തോ ഒരു സാധനം ചെറുതായിട്ട് ഇങ്ങനെ എഴഞ്ഞു പോണ പോലെ കണ്ടു. ഇനി പാമ്പിൻ്റെ വായിൽ തവള ഉണ്ടായിട്ട് അത് കരഞ്ഞു. അത് പകുതിയായിട്ട് എന്തോ പേടിച്ചിട്ടാണോ അത് അതിൻ്റെ ഇടയിൽ വായിൽ പകുതിയായി പോയിട്ട് പുറത്ത് അങ്ങനെ വന്നിട്ട് കരഞ്ഞാണോ എന്നൊന്നും അറിയാൻ പാടില്ല. എന്നിട്ട് കുറേ ഇവരെ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് നോക്കി, കണ്ടില്ലേ എല്ലാം കൂടി ഇവിടെ പോയിരിക്കണേ. കുറേ ശ്രമിച്ചു, പക്ഷെ അവർ വന്നില്ല. അവർ അതിൻ്റെ പുറകിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ വരയില്ല. ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ കുറേ നേരം ഇവിടെ നിൽക്കണ്. അപ്പോഴേക്കും ആ ഒരു തവള പോലത്തെ സാധനം മുകളിലോട്ട് കയറിപ്പോയി, ഈ ഒരു അടയ്ക്കാമരത്തിൻ്റെ. ഞാൻ അത് വീഡിയോ എടുത്തില്ല. എന്ത് സാധനം എന്നോ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കണം, തവള പോലെയാണ് കാണാനിരിക്കണത്. എന്തായാലും അത് രക്ഷപ്പെട്ട്. എനിക്ക് തോന്നുന്നു പാമ്പ് എന്തോ ഉണ്ടായിരുന്നു, കാരണം ഞാൻ എഴിഞ്ഞു പോണ കണ്ടിരുന്നു. ഇവർ പാമ്പിനെയാണ് നോക്കണേനി, പാമ്പായിട്ടാണ് കളി. ഒന്നും പറയണ്ട ഗൈസ്, എന്തിനെ കണ്ടാലും വെറുതെ വിടില്ല. ഗൈസ്, ഞാനിപ്പോൾ അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നടന്നു പോകാമെന്ന് വെച്ചത്. പക്ഷെ സമയമില്ല ഗൈസ്, അവിടെ തുടങ്ങാൻ പോണു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോവാണ്. ഒരു ഡബറേ ന്യൂസ് പേപ്പറൊക്കെ ആയിട്ട് അമ്മയ്ക്ക് വേണ്ടി. ഗൈസ്, ഞാൻ അങ്ങനെ സൈക്കിളിൽ ചടവടയിൽ അമ്പലത്തിൽ എത്തിയിട്ടോ. അപ്പോൾ എത്തിയ സമയത്ത് ഓൾറെഡി ഗജപൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മുടെ ആനക്കുട്ടിന് ചന്ദനക്കുരിയൊക്കെ തൊടിയിക്കുന്നുണ്ടോ ഗൈസ്? അത് നിന്ന് കൊടുക്കുന്നുണ്ടോ? പാവട്ട അച്ചടാ. അപ്പോൾ അത് നമ്മുടെ ഈ ആനയുടെ പേരെന്ന് പറയുന്നത് കാളകുത്തങ്ങണ്ണൻ എന്നാണ്. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇന്ന് ഈ ആനയാണ് നമ്മുടെ ആറാട്ടിന്റെ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. ഓൾറെഡി 2 ആന ഉണ്ടായിരുന്നു ഉത്സവത്തിന്, അപ്പൊ അവർ 2 പേരും പോയി. അപ്പൊ ഇപ്പൊ ഈ ഒരു ആന മാത്രമേ ഉള്ളൂ. 3 ആനയുടെ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിലെ ശാന്തിയാണ്. അപ്പൊ ഗജപൂജ കഴിഞ്ഞ് കഴിയുമ്പോ ആ ഒരു ചോറ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, പ്രസാദം പോലെ. അപ്പൊ അതാണ് നമ്മളിപ്പോ ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ കഴിക്കണ നോക്കിക്കോട്ടെ, അച്ചടാ നല്ല രസമില്ലേ. അപ്പോൾ ഈ ആനക്കിൻ്റെ തുമ്പിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാൻ നോക്കും, ഇത് എങ്ങോട്ടേക്കാണ് ഈ പോണേന്നൊക്കെ ചുമ്മാ. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇന്ദു ചേച്ചി പറഞ്ഞു, നമ്മളിപ്പോൾ ആനയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മുഖം ആന ഓർത്ത് വയ്ക്കുക അത്രേ. അപ്പോൾ ഞാൻ ആനോട് പറയുമായിരുന്നു, എത്ര വർഷം കഴിഞ്ഞാലും നീ എൻ്റെ മുഖം ഓർക്കണം എന്നൊക്കെ. അപ്പോൾ ഇത് കൈ കണ്ടു. അപ്പോൾ കുക്കുംബറാണ്. ഇതിനുമുമ്പ് ഞാനൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഫ്രൂട്ട്. ഞാൻ കൊടുത്തത് നമ്മുടെ പൈനാപ്പിൾ ആയിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ക്ലിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ എൻ്റെ അനീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതേ കുക്കുമ്പർ കഴിക്കുന്നുണ്ടോ? അത് പാവട്ട അച്ചടാ. ഇത് എൻ്റെ അമ്മയുണ്ടോ സൈഡിൽ നിൽക്കണ. കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. കാരണം ഇത്തവണ ആ ഒരു ആനയുടെ ഇൻസിഡൻ്റ് ഒക്കെ നടന്നതിന് ശേഷം എല്ലാവർക്കും കുറച്ചൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും ഇത്തവണ കുറച്ച് പേടിയുണ്ടായിരുന്നു. മുമ്പത്തെ വർഷമൊന്നും ഇതുപോലെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഭയങ്കര കൂളായിട്ടൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ ഇപ്പോഴും കുറച്ച് നേരം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ പറ നിറച്ചതാണ്. ഇത് എൻ്റെ അമ്മ അനിയത്തിയാണത്. അപ്പോൾ ഇവിടെ എല്ലാവരും ആനയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള പൊങ്കാലയുടെ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോകുന്നത്. എൻ്റെ അമ്മയൊക്കെ ഇടുന്നുണ്ട് പൊങ്കാല. ഇത് നമ്മുടെ ആനക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കേണ്ട. വിനോദേട്ടനാണ് അവിടെ ബ്രെഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അവൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ആനയുടെ കാലിൽ അത് കഴിച്ചു. ദേ അപ്പു വന്നിട്ടുണ്ട്. എന്താടാ ക്ഷീണം മാറിയ നേരത്ത് മേളത്തിന്റെ? ഗൈസ് ആന പോകുന്നു. ഗൈസ് ആന പോകുന്നു. നന്ദു നന്ദു എനിക്ക് ടോയ് തരോ? ഓ വേണ്ട, സോറി ഗൈസ്, അവൻ ഇഷ്ടപ്പെട്ടില്ല. ആര് ചേച്ചി? അല്ല, എന്റെ പേര് മറന്നു. മേളത്തിന്റെ ക്ഷീണം മാറിയ? വേദനിക്കണ അമ്മാതിരി കൊട്ടായിരുന്നില്ലേ? പൊളിച്ച് പിന്നെ അടുത്തായിട്ട് പൊങ്കാലയുടെ ചടങ്ങുകളാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അമ്മ തിരുവനന്തപുരത്തായിട്ടാണ് പൊങ്കാല ഇട്ടത്. അമ്മ മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്തവണ എൻ്റെ അമ്മ ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയാണെങ്കിൽ കുറെ പ്രാവുകളുണ്ട് അമ്പലത്തില്. കണ്ടോ ഗൈസ്, ഒരു പ്രാവ് പോണ. നമ്മുടെ ഫോട്ടോ ഞാൻ ഗൈസ്. അപ്പൊ ഇത് നമ്മുടെ ഇവിടുത്തെ ഗജം പൂരപ്രേമി സംഘത്തിന്റെ ഫോട്ടോ ഫ്രെയിം ആണ് കേട്ടോ. പെട്ടെന്ന് അല്ല, നമുക്ക് ആ ഫ്രെയിം കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ നോക്കായിരുന്നു ഗൈസ്. അപ്പൊ ഞാനിവിടെ പറയായിരുന്നു, ആനയുടെ ഒരു ബാക്ക് സൈഡ് ഫോട്ടോ ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഫ്രണ്ട് സൈഡ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ഗജം എന്ന് പറയുമ്പോൾ ആനയാണല്ലോ മെയിൻ സാരല്ല. നെക്സ്റ്റ് ടൈം നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ അത് ഇവിടെ പൊങ്കാലയുടെ പ്രിപ്പറേഷൻസിലാണ് എല്ലാവരും. ഇപ്പൊ തന്നെ പൊങ്കാലയുടെ ബാക്കിയുള്ള ചടങ്ങൊക്കെ തുടങ്ങും കേട്ടോ. അപ്പൊ അത് കുറച്ചുപേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ചുപേര് നിൽക്കുന്നുണ്ട്. ഗൈസ് പൊങ്കാല ഇടാൻ പോകുന്നു. പൊങ്കാല ബിഹൈൻഡ് ദ സീൻസ് കാഴ്ചകൾ. ഗൈസ് അപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ. കുറച്ചുപേര് മറ്റേ അരി കഴുകാനുള്ള തിരക്കില്, കുറച്ചുപേര് മറ്റേ നമ്മുടെ സാധനങ്ങൾ അടുപ്പൊക്കെ സെറ്റാക്കണതിന്റെ തിരക്കില്. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ ഇനി ആരെങ്കിലും ചീത്ത വിളിക്കാന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഹലോ ചേച്ചി, റെഡി ആയിട്ട് നിൽക്കുകയാണ്. കുറച്ചകം ഇവിടെ നല്ല വെയിൽ വരും. ടണിലിപ്പം നോക്കണ്ട. ഗൈസ് എല്ലാവരും കലത്തിൽ എന്താണ് മേടിക്കണത്? ആ, വെള്ളം മേടിക്കണം. അരി കഴുകാനുള്ള വെള്ളം മേടിക്കണം ഗൈസ്. എൻ്റെ അമ്മയെ കണ്ടില്ലല്ലോ അവിടെ പോയി. പ്രീത ആൻറ്റി, ഇന്ദു ആൻറ്റി, ഇന്ദു ചേച്ചി. ഗൈസ് എൻ്റെ അമ്മയെ കിട്ടി. ഹായ് പറ. ജയിച്ചേട്ടനാണ് ഗൈസ്. അതെ, വയറിലായി. എന്തോ ഉണ്ട്. ആണോ? ഓ ഓ ഓ, ഓക്കെ ഓക്കെ. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇവിടെ? ആദ്യമായിട്ടാണ് ചെയ്തിട്ടുണ്ടല്ലേ? ഓ ഓക്കെ ഓക്കെ. കണ്ടിട്ട് ഓർമ്മയില്ല. ആ ആ, ഓക്കെ ഓക്കെ. അപ്പൊ കണ്ടിട്ടുണ്ട്, അന്ന് വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ ഒരാവശ്യം. ആ, അച്ഛമ്മയുടെ. ആ ആ ആ, ഓ ഓക്കെ ഓക്കെ. ജസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളതുകൊണ്ട് അത്ര ഓർമ്മയില്ല. പറഞ്ഞോളൂ. ഇല്ല ഗൈസ്, ഞാൻ ഇന്ന് സാരി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ഇന്നലെ മഴ പെയ്തുകൊണ്ട് പിന്നെ ആ മൂഡ് പോയി സാരി എടുക്കാനുള്ള. ഇന്ന് പിന്നെ തീരുമാനിച്ചിട്ടുണ്ടായില്ലല്ലോ. നിങ്ങൾ സുന്ദരിയായിട്ടുണ്ടല്ലോ, അത് മതി അത് മതി അത് മതി. ഗൈസ് ഇതാണ് അഞ്ജന, നമ്മുടെ തിരുവാതിരയിൽ ഉണ്ടായി. ഇത് അഞ്ജലി, ഇത് അഞ്ജലിയുടെ അമ്മൂമ്മ, ലളിതമ്മ. ഗൈസ് എന്താണെന്നറിയില്ല, ഭയങ്കര എക്സ്പോഷറിന്റെ സീൻ നിങ്ങൾ കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഭയങ്കരമായിട്ട് കയറി വരുന്നതിനെ നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. തോർത്ത്, അതെ, വെയിൽ വരുമ്പോ എന്തെങ്കിലുമൊക്കെ തലയിലിടണ്ടേ. ഗൈസ് ഇതാണ് സുവർണ ചേച്ചി, സുജ ചേച്ചി, ഇതേ കുമാരി ചേച്ചി. എല്ലാരും ചേച്ചിമാരാക്കി ഞാൻ. ഗൈസ് സുജ ചേച്ചിയുടെ എടുത്തിരിക്കുന്ന ബേബി വല്യമ്മയാണ് അച്ഛൻ്റെ റിലേഷനാണ്. ആക്ച്വലി റിലേഷൻ വെച്ച് വിളിക്കാൻ എനിക്ക് ഭയങ്കര സീനാണ്. ഞാൻ വല്യമ്മേനെ അമ്മായി, അമ്മായിനെ വല്യമ്മ എന്നൊക്കെ പറഞ്ഞ് മാറി വിളിക്കാറുണ്ട് ഗൈസ്. ഹലോ ഹലോ ഗൈസ്, രേഷ്മ ചേച്ചി ഇന്നലെ മുങ്ങിയതാണ്, ഒരു ഇപ്പോഴാണ് പൊങ്ങിയത്. നല്ല എവിടെയായിരുന്നു? അയ്യോ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് പോയല്ലേ.
ഓക്കെ ഗൈസ്. ഇപ്പൊ ഇത് അശ്വതി ചേച്ചിയാണ് കേട്ടോ. ചേച്ചി ആദ്യം നമ്മുടെ തിരുവാതിരക്കളിയിൽ ഉണ്ടായിരുന്നതായിരുന്നു. പിന്നെ ഒരാൾ മാറി. ഇപ്പൊ പേരന്റ് ഇഷ്യൂ വരുമല്ലോ രണ്ടുപേരില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ചേച്ചി മാറിയതാണ്. ഞാൻ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കണതിന്റെ ഇടയിൽ ഞാൻ അവിടെ സ്വാമി വന്നതൊന്നും അറിഞ്ഞില്ല. എന്റെ അമ്മ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ ഇവിടെ സ്വാമി വന്നതെന്ന് തന്നെ അറിയണത്. ഇതാണ് ഗൈസ്. ചില സമയത്ത് സംസാരിക്കുന്ന ഇടയിൽ ചുറ്റുള്ള കാര്യമൊക്കെ വിട്ടു പോകാറുണ്ട് ഞാൻ. അങ്ങനെ നമ്മുടെ സ്വാമി നിലവിളക്ക് കത്തിച്ചതിന് ശേഷം വേണം നമുക്ക് പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയുള്ള തീ നമ്മൾ ഈ നിലവിളക്കിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം സ്വാമിയാണ് അത് ആദ്യം കത്തിക്കുക, എന്നിട്ട് വേണം നമ്മൾ അതിൽ നിന്ന് എടുക്കാനായിട്ട്. നമ്മുടെ പൊങ്കാല എന്ന് പറയുന്നത് ഭഗവതിക്കുള്ള കൂടിയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കക്കാരനായ ഗണപതിനെ അത് വിളക്കിലേക്ക് ആവാഹിച്ചുകൊണ്ട് പതുക്കെ ആരംഭിക്കുകയാണ്. എല്ലാവരും തൊഴുതോളൂ. ഗണപതി ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലം ഗംഗണപതയേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണ നമസ്തുതേ. ഓം ഹ്രീം സംഹ്രീം ഭദ്രകാളിയേ നമഃ. എല്ലാത്തിലേക്കും പകർന്നോളൂ കേട്ടോ. എല്ലാവരും കൂടി വിളക്കുന്ന അഗ്നി പകർന്നോളൂ. ഇപ്പൊ നേരത്തെ സ്വാമി വിളക്കൊളുത്തിയപ്പോൾ ഒരു സ്ലോഗൊക്കെ ചൊല്ലിയില്ല. അപ്പൊ ചില ആൾക്കാർക്ക് അതൊക്കെ കേൾക്കാനും അറിയാനൊക്കെ ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടിയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞാനത് ആഡ് ചെയ്തത്. ഇപ്പൊ ഇവിടെ എല്ലാവരും അടുപ്പിലേക്കുള്ള തീ വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചൂട്ടൊക്കെ വെച്ചിട്ട് റെഡിയാണോ? ഇപ്പൊ എല്ലാവരും കൂടി തീ ഇതാക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ തിരക്കായപ്പോൾ അവിടെ തന്നെ നിന്നാൽ മതി, അങ്ങോട്ടേക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞു തീ. അപ്പൊ അത് എൻ്റെ അമ്മയൊന്നും കത്തിച്ചിട്ടില്ല, കത്തിക്കാൻ വേണ്ടി പോകണുള്ളൂ. ഇവിടെ പുക വന്നിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നോ, കണ്ണൊന്നും കാണാൻ പറ്റുള്ളത് കണ്ടോ? ഇപ്പോഴേ പുകയൊക്കെ വന്നു തുടങ്ങി. ഓ കത്തിച്ച് അതാ പേപ്പറും ചൂട്ടും കൂടി കത്തിച്ചപ്പോഴല്ലേ പെട്ടെന്നായത്. അതാണ് അനക്കണ്ടെന്ന് കെട്ടുപോന്ന്. എൻ്റെ അനിയത്തി. ഹായ് നബി. രാകേഷ് ബ്രോ പൊങ്കാലിടുന്നില്ലേ? അതിന് അമ്മ ചെയ്യണ്ട്. അതിന് ഇത് മാത്രല്ലേ, ലേഡീസ് മാത്രല്ലേ പൊങ്കാലിടുള്ളൂ. കേസ് ഇപ്പൊ ഞാൻ രാകേഷിന്റെ അടുത്ത് ചുമ്മാ ചോദിച്ചാണ് കേട്ടോ, പൊങ്കാലിടുന്നില്ലേന്ന്. ലേഡീസ് മാത്രമാണ് പൊങ്കാലിടുള്ളൂ. പിന്നെ ആണുങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സഹായിക്കൊക്കെ ചെയ്യാം. പൊങ്കാലയെ പറ്റി പറയൂ ഹരിച്ചേട്ടാ, പറയൂ കമോൺ. വേണ്ടെന്നൊക്കെ പെട്ടുപോയി. നമുക്ക് പൊങ്കാലയെ പറ്റി ആരെങ്കിലോടും ചോദിക്കാം. ചേച്ചി പൊങ്കാലയെ പറ്റി എന്തെങ്കിലും അറിയോ? എനിക്കറിയോ. എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാം, പക്ഷെ എല്ലാവർക്കും പറയാൻ ഭയങ്കര മടി. പൊങ്കാലയെ പറ്റി ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ആരും പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഗൈസ്. എല്ലാരും പുകയുടെ ഉള്ളിൽ കുളിച്ച് നിൽക്കുകയാണ് ഗൈസ്. കുറെ പേര് അവിടെ കഷ്ടപ്പെടുമ്പോ നമ്മൾ ഇവിടെ ഇങ്ങനെ കണ്ടോ. ആ ചേച്ചിക്ക് അറിയണ്ട, സാരില്ല പോട്ടെ. എനിക്കറിയാം ഇവിടെ നിന്ന. ഓ അതെ, കണ്ണട കൊണ്ടുവരായിരുന്നു എല്ലാവർക്കും. അയ്യോ സാരില്ല പോട്ടെ, കരയണ്ട. അതെ സൺഗ്ലാസ് ആണ്. സഹായിക്കണോ? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയാൻ പറ്റുമോ? അതെ സെറ്റ്. അത് പൊളിക്കും. സൺഗ്ലാസ് വെച്ചിട്ട് പൊങ്കാലിടുന്നു. വാവ്. അയ്യോ ആരിച്ചേച്ചി ശരിക്കും കരയണവരുണ്ട്. സാറിന് കഴിച്ചോട്ട് രക്ഷയില്ല. എന്തൊക്കെ നോക്കണം. ഭയങ്കര പുകയാണ്. ഓ കണ്ണു. ഓ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഒരാള് പൊങ്കാലിടാൻ ഗൈസ്. എനിക്ക് വയ്യ. സ്റ്റൈലുണ്ട്. ആ അതന്നെ, ക്യാപ്പ് സെയിം കളറ്, ഡ്രസ്സ് സെയിം. എവിടെ നോക്കട്ടെ ഗൈസ്. ഇതാണ് ഗൈസ് ഇന്ദു. അയ്യോ വെയില് കണ്ണാടാൻ പറ്റുള്ള എനിക്ക്. എല്ലാരും കരഞ്ഞോണ്ടിരിക്കണം. ഇപ്പൊ ഞാനും കരയും. കച്ച കഴിഞ്ഞപ്പോ ആണോ? പിന്നെ അയ്യോ
ഉണ്ണി വന്നു. അപ്പു അവിടെ അപ്പു അവിടെ ഉണ്ട്. അവനോട് ചോദിച്ചോക്ക്. അവിടെ ഇരിക്കണ്ടായി അപ്പു. അവനോട് ചോദിച്ചോക്ക്. മറ്റേ അപ്പുവിന്റെ അപ്പു നല്ല കൊട്ടിയില്ലേ? ദേ പിന്നെ അപ്പു അവിടെ ഉണ്ട്. കുറച്ചേരം എടുക്ക് കരഞ്ഞിട്ട് പോന്നിട്ട്. അപ്പൊ ഗേലൊക്കെ നിന്നിട്ട് പോകും. ബാലകൃഷ്ണമാമൻ ഗീതമായി. അതെ അതെ. ഇനി തിളയ്ക്കാൻ വേണ്ടി അല്ല, ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? തിളച്ച് പൊങ്ങി പോണം. അതെ ഗൈസ്, എല്ലാം നല്ലോണം ഇതായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് തിളച്ച് പൊങ്ങി പോണം. അവിടേക്ക് എല്ലാരും കരഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു പ്ലെയിൻ പോണോ ഗൈസ്? അപ്പൊ ഇവിടെ ഓരോരുത്തരുടെ ആയിട്ട് പൊന്തി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോ നമ്മുടെ പൊങ്കാല റെഡി ഗൈസ്. ഗൈസ് മിക്കവാറും ഒന്ന് കരിപ്പെട്ടിയാവും ഗൈസ്. ഇവിടെയുള്ള എല്ലാവരും ഒന്ന് കരിപ്പെട്ടിയായിട്ടായിരിക്കും വീട്ടിൽ നിന്ന് പോവാം. അമ്മ പൊന്താറായോ അമ്മ? ഗൈസപ്പതേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരുടെ പൊങ്കാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെയാണ് ബാക്കിയുള്ള സൗണ്ടൊക്കെ കേൾക്കണേ. അപ്പൊ നമുക്കിനി ഇവരെ രണ്ടുപേരെ പരിചയപ്പെട്ടാലോ. എന്റെ പേരെന്തായിരുന്നു പറയൂ? ചേട്ടന്റെ പേര് പറ. അതെ, അർജുൻ. ഓക്കെ ഗൈസ്, നിങ്ങൾ കസിൻസ് ആണ്? മിന്നു നിങ്ങള് അല്ലേ? അതെ ഗൈസ്, മിന്നുവിന്റെ കസിൻസ് ആണ് ഗൈസ്. ഇന്നലെ കാണിച്ചു തന്നില്ലേ മിന്നു ചിന്നു? എന്റെ അമ്മയുടെ തിളയ്ക്കാൻ പോണം. അമ്മ വാക്കിലിടൂ. കമോൺ. എന്തോ അമ്മന്ന് ലീവാണ് കേസ്. ഒന്നാമത് ഇത്രയും വെയിലെത്തി പുകയൊക്കെ കൂടിയേ ഇവര് ഉണ്ടാക്കണവരെ സമ്മതിക്കണം കേട്ടാ. അറിയില്ല എന്താ എളുപ്പത്തിനൊന്നും. കുഴപ്പമില്ല, തിളച്ച് പറ്റട്ടെ. ഇനി അമ്മ അവിടെ ഇരുന്നോ ഗൈസ്. അമ്മ ശർക്കരയും തേങ്ങയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നു ഗൈസ്. ഇവരുടെ എല്ലാം റെഡിയായി, സെറ്റായി. അപ്പൊ ഇനി റെഡി ആയില്ല? ഇനി ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് ചെയ്യാൻ. നിങ്ങളുടെ മാത്രമാണെന്ന് തോന്നുന്നുണ്ട് എല്ലാം റെഡി ആയത്. കൊള്ളാം. ബാക്കിയുള്ളവരുടെ പ്രോസസ്സിങ്. യെസ്. തിളച്ചു പൊന്തിയോ? ഓക്കെ, ഫിനിഷ്ഡ്. അശ്വതി ചേച്ചി, ഇത് അശ്വതി ചേച്ചിയുടെ വിജയം. രേഷ്മ ചേച്ചിയുടെ പോയാ? ഇല്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾ വെയിലത്ത് നിൽക്കണോണ്ടാണ് നിങ്ങളുടെ പൊന്താത്തെന്നൊരു സംശയം. പാവാരി ചേച്ചി കരഞ്ഞ് വയ്യാണ്ടായി ഗൈസ്. പൊന്തിയിട്ടില്ലല്ലോ? ഓക്കെ, പൊന്തും, പേടിക്കണ്ട, നമുക്ക് ക്ഷമ. എന്തോ എടുത്തെടുത്തെടുത്ത് പൊന്തിയില്ലേ ലീലമ്മയുടെ? പൊന്തിയില്ലേ? എന്ത് ചേച്ചി പൊന്തിയോ? എന്ത് ചേച്ചിയുടെ റെഡിയായാ? അപ്പൊ ഇതാരുടേത്? ഇതാടെയാ? ഓ സെറ്റ്, എല്ലാം റെഡി. എന്താ അവനെ ഗൈസ്? പ്രീതാനി പഴമൊക്കെ അരിഞ്ഞിടുന്നു. അപ്പൊ ഇനി ഒന്നും ഇല്ലല്ലോ? കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. എടുക്കാം. ഞാൻ കരഞ്ഞ് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഒരു റീലൊക്കെ ചെയ്യാം. നോക്കൂ, കണ്ണൊക്കെ ശരിക്കും കരഞ്ഞ പോലെ ഉണ്ട്. അതൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള റീലൊക്കെ. അപ്പം ഇനി എന്ത് ചെയ്യണം ഗൈസ്? ഒരു ടിപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് റീലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഇമോഷണലായിട്ട് കരയണം എന്നുണ്ടെങ്കിൽ കുറച്ച് പുക ഉള്ള സ്ഥലത്തോട്ട് പോയിട്ട് നിൽക്കുക. നല്ല രസമുണ്ടാവും. നമുക്ക് നല്ലോണം കരയാൻ പറ്റും കുറച്ച് നേരത്തേക്ക്. നല്ല ഒറിജിനാലിറ്റി ആയിട്ടിരിക്കും കണ്ണൊക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ ടിപ്സൊക്കെ
ട്രൈ ചെയ്ത് നോക്കൂ. പൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പൊങ്കാലയ്ക്കൊക്കെ വരുന്നത്. ഞാൻ ഇതുവരെ പൊങ്കാലൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഒപ്പം ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കഴിഞ്ഞ പക്ഷേ എൻ്റെ ഓർമ്മയിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നോക്കൂ ഗൈസ്, ഇതേ എല്ലാവരും കണ്ടില്ലേ? അയ്യോ, അവിടെ നിൽക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. പൊങ്കാല ഇടുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ, ആ വെയിലത്ത് ചൂടത്ത്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് സഞ്ജയ് ആൻഡ് സജിത്ത് ഇടയാടി. കുറച്ചുകൂടി നല്ലോണം വറ്റാനുണ്ട്. അമ്മ ശർക്കര ഉരുക്കി കൊണ്ടുവന്നത് കൊണ്ട് അമ്മയുടെ സമയം എടുക്കും. കൈസിൻ്റെ അമ്മ ശർക്കര കുറച്ച് ഉരുക്കിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അതിൻ്റെ വെള്ളം കൂടി ആയിട്ട് ഇനിയും വെള്ളം വറ്റിയിട്ട് വേണം അമ്മയ്ക്ക് അത് സെറ്റാക്കാനായിട്ട്. അപ്പം അമ്മയുടെ കുറച്ചധികം വെള്ളം വറ്റാനുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കുറേ പേര് ശർക്കര ചീവിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ചീവി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ എക്സ്ട്രാ വെള്ളം കൂടില്ല. പക്ഷെ എൻ്റെ അമ്മ അങ്ങനെ ചെയ്തുകൊണ്ട് പണി കിട്ടിയാൽ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പൊങ്കാലയ്ക്ക് ഇടുന്നുണ്ടെങ്കിൽ ശർക്കര ചീവി കൊണ്ടുപോകുന്നതാണ് നല്ലത്. ശർക്കര ഉരുക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ വെള്ളം കൂടി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മുടെ പൊങ്കാല ടേസ്റ്റിംഗ് അതുപോലെ തന്നെ ആറാട്ട് സദ്യയൊക്കെ വരുന്നത്. കുറെ വിശേഷങ്ങൾ വരാൻ കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഓക്കെ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.